അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് ഓപ്പോ F27 Pro Plus 5G ആണ്. നമ്മൾ ഈ ഫോൺ കാണുമ്പോൾ തന്നെ അറിയാം, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോണാണ്. നമുക്ക് ഇതിൻ്റെ ബാക്കിൽ തന്നെ ഒരു ലെതറിൻ്റെ ഒരു ടെക്സ്ചറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അത്യാവശ്യം ഒരു നല്ലൊരു ഡിസൈനാണ് ഇത് കൊടുത്തേക്കുന്നത്. കസ്റ്റം മെയ്ഡ് ചെയ്തേക്കുന്ന പോലെ തന്നെയുണ്ട്. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് റൗണ്ട് ആയിട്ടുള്ളൊരു ക്യാമറയുടെ ഇതാണ് വന്നിരിക്കുന്നത്. ബമ്പ് പക്ഷേ സ്ക്രാച്ച് ആവും, നിലത്ത് വെച്ച് കഴിഞ്ഞാൽ സ്ക്രാച്ച് ആവും. അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ ആണ് ഗൈസ്. അപ്പം ഇതിൻ്റെ ഡിസ്പ്ലേ നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം, കർവ്ഡ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്. പിന്നെ ചെറിയൊരു സൈഡിൽ നമുക്ക് റൗണ്ട് ആയിട്ടുള്ളൊരു എഡ്ജ് വന്നിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഹോൾഡ് ചെയ്യാനും കാര്യങ്ങളെല്ലാം കംഫർട്ടബിൾ ആയിട്ടാണ്. ഇത് പിടിക്കാൻ തന്നെ അത്യാവശ്യം ഒരു പ്രീമിയം ഒരു ഫീലാണ് ഈ ഫോണിനകത്ത് വരുന്നത്. പിന്നെ അതല്ലാണ്ട് ഇതിവിടെ വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കണേ, ഈ ഒരു ടെക്സ്ചർ അത്യാവശ്യം നല്ലൊരു ടെക്സ്ചറാണ്. നമുക്ക് പിടിക്കുമ്പോൾ തന്നെ നമുക്കൊരു അത്യാവശ്യം സോഫ്റ്റ്നെസ്സും സ്മൂത്ത്നെസ്സും നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെ അത്യാവശ്യം കളർഫുൾ ആയിട്ടുള്ള നല്ലൊരു ഡിസ്പ്ലേ ആണ് ഗൈസ് വരുന്നത്. ഞാൻ വിചാരിച്ചു നോക്കിയപ്പോൾ തന്നെ ഓപ്പോ അല്ലേ, എനിക്ക് അത്ര വലിയ താല്പര്യം തോന്നിയില്ല. പക്ഷേ ഇതിൻ്റെ ഡിസ്പ്ലേ അത്യാവശ്യം കൂളായിട്ടുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ ഇത് വാട്ടർ ഡ്രോപ്പിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ചെറിയ രീതിയിൽ അടിയിലും മേളിലും വെസൽസ് വരുന്നുണ്ട്, എന്നാലും അത്രയ്ക്ക് മൈൻഡ് ചെയ്യാനായിട്ടൊന്നുമില്ല. ഫ്രണ്ട് ഫയറിംഗ് സ്പീക്കേഴ്സ് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലുണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം ഗൈസ്. നമ്മുടെ ഫ്രണ്ട് ഫയറിംഗ് സ്പീക്കേഴ്സ് ഇത് ഈ കാണുന്നതാണ്. ഈ ഫ്രണ്ടിൽ ചെറുതായിട്ട് നമുക്ക് സ്പീക്കേഴ്സ് കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇല്ലെന്ന് അറിയത്തില്ല, പക്ഷേ ഫ്രണ്ടിലുണ്ട് ഗൈസ്. പിന്നെ അതല്ലാണ്ട് ഇതിൻ്റെ അടിയിൽ നമുക്ക് സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതെ, ഇവിടെ 3 ഹോൾ വന്നേക്കണുണ്ടാവും ഗൈസ്. നമുക്ക് ഫോക്കസ് ചെയ്യാൻ ഓക്കെ, 3 ഹോൾ വരുന്നുണ്ട്. പിന്നെ അടിയിലാണ് നമുക്ക് സിം ഇൻസേർട്ട് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഒരു ചാർജിങ് സി പോർട്ട് നമുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോൺ തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഗൈസ്. ഇത് പിന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഫോണാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോണാണ്. നമുക്കിതിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഗൈസ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ ആണ് ഗൈസ്. ഇത് 1080p ഡിസ്പ്ലേ ആണ്. നമുക്ക് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്ക് 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ല ഡിസ്പ്ലേ തന്നെയാണ് ഗൈസ്. നമുക്ക് 64 മെഗാ പിക്സലിൻ്റെയും പിന്നെ 8 മെഗാ പിക്സലിൻ്റെയും ക്യാമറ നമുക്ക് വരുന്നുണ്ട്. പിന്നെ 2 MB ഒരു ക്യാമറയും കൂടെ വരുന്നുണ്ട്, ഡുവലായിട്ടുള്ള ക്യാമറ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോൺ തന്നെയാണ്. നമുക്ക് 4K 60 frames per second റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോറി ഗൈസ്, 4K 30 FPS വരെ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. IP68 ടെസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. 69 ആട്ടോ ഗൈസ്, 68 അല്ല. MediaTek Dimensity 7050 നമുക്ക് ചിപ്പ് സെറ്റാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഇതിൻ്റെ പ്രൊസസ്സർ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൊസസ്സറാണ്. നമുക്ക് വലിയ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഈ ഫോൺ നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ ഗെയിമിങ്ങും എല്ലാം പക്കായിട്ട് ചെയ്തു തരും. പിന്നെ ഇതിന് 8 GB റാം ഉണ്ട്. പിന്നെ അല്ലാണ്ട് വിർച്വൽ റാം ഒരു 8 GB എന്ന് കൊടുത്തിട്ടുണ്ട്. വിർച്വൽ റാമിൽ നമുക്ക് ഗെയിംസ് കാര്യങ്ങളൊന്നും റൺ ചെയ്യാൻ പറ്റത്തില്ല. അത്യാവശ്യം ചെറിയ രീതിയിൽ ഫാസ്റ്റ് ഉണ്ടാവുന്നുള്ളൂ, എന്നാലും വലിയ രീതിക്ക് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് കുഴപ്പമില്ല ഗൈസ്, അത്യാവശ്യം നല്ലതാണ്. അങ്ങനെ ക്യാമറ ഒന്ന് എടുത്ത് നോക്കാം. അതിൻ്റെ ക്യാമറ തന്നെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറയാണ്. എന്നാലും നമുക്ക് ഈ ലൈറ്റ് കാര്യങ്ങളൊക്കെ അവിടെ കണ്ടോ, സാംസങ് ചെയ്യണം. ആ ലൈറ്റൊക്കെ ചെറിയ രീതിയിൽ പൊങ്ങി ഒരു ചെറുതായിട്ട് മങ്ങലൊക്കെ തോന്നുന്നുണ്ട്, പടർന്ന് നിൽക്കണ പോലെ. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് വിവോൻ്റെ ക്യാമറേനെ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കാരണം അത്യാവശ്യം നല്ല ക്യാമറകളാണ് അവർ ഇറക്കുന്ന ഫോണുകളിൽ എല്ലാത്തിലും ഉള്ളത്. അതുകൊണ്ട് വലിയ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. ഈ ഫോൺ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, അത്യാവശ്യം നല്ലൊരു ഫോണാണ്. ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും എല്ലാം തന്നെ അടിപൊളിയാണ്. ഇത് പുറത്ത് കൊണ്ടുപോകുമ്പോൾ അത്യാവശ്യം നല്ലൊരു വെയിറ്റുള്ള, എന്ന് വെച്ചാൽ ആൾക്കാർ കാണുമ്പോൾ ഒരു ഇത് ഏതാണ് ഈ ഫോണിന് ചോദിക്കുന്ന രീതിയിലുള്ളൊരു ഫോണാണ് ഗൈസ്. ഓക്കെ, താങ്ക് യു ഗൈസ്. അപ്പോൾ നമ്മൾ ഓക്സിജൻ്റെ ഷോറൂമിലാട്ടോ ഗൈസ്. അപ്പം നമ്മൾ ഓപ്പോ F27 പ്രോൻ്റെ ഒരു ഫോൺ കണ്ടു. അത് നമുക്ക് അത് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. IP69 റേറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൈസ്, ഡിസ്പ്ലേ ഓഫായി പിന്നെ അടിച്ചു പോയോ? ഗൈസ്, അടിച്ചു പോയതല്ല, അത് അങ്ങനെയാണ് അതിൻ്റെ സെറ്റിങ്സ് ഗൈസ്. സംഭവം കൊള്ളാലോ ഗൈസ്. ഗൈസ് നമ്മൾ ഫോൺ മുക്കിയെടുത്തു. ഗൈസ് നമുക്കിവിടെ ഉണ്ടോ എഴുതിയിരിക്കുന്നത് IP69 വാട്ടർ പ്രൂഫ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ സംഭവം വർക്കാവുന്നുണ്ട്. നമ്മുടെ ഫിംഗർ പ്രിൻറ്റും എല്ലാം റെസ്പോൺസ് ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട്. ഗൈസ് ക്യാമറയും ക്ലിയർ ആയിട്ട് വർക്കാവുന്നുണ്ട് ഗൈസ്. സാധാരണ മഞ്ഞ് അങ്ങനെ ഒരു സംഭവം കയറുമായിരുന്നു, ഇപ്പോൾ കറക്റ്റായിട്ട് ആവുന്നുണ്ട് ഗൈസ്.